നമസ്കാരം. മുഖ്യമന്ത്രിയുടെ അടുക്കളക്കാര്യമല്ലിത്, കുടുംബത്തോടൊപ്പം എത്താൻ അച്ചിവീടുമല്ല. വിഴിഞ്ഞം സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം ഔദ്യോഗിക വിലയിരുത്തൽ യോഗത്തിൽ പങ്കെടുത്തത് വൻ വിവാദത്തിലായി. അങ്ങനെ ആകണമല്ലോ. ഇതാ ഈ ചിത്രം ഒന്ന് നോക്കൂ. അതെ, ഇതെങ്ങനെ വിവാദമാകാതിരിക്കും? ജനം ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? കാരണം ഇത് പിണറായി വിജയൻ്റെ അച്ചിവീടല്ല, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. ഇവിടം സന്ദർശിക്കുമ്പോൾ കുടുംബത്തെ മുഴുവനായും കൊണ്ടുവരേണ്ടതുണ്ടോ? അഥവാ ഇനി കൊണ്ടുവന്നാൽ പദ്ധതി വിശകലന യോഗത്തിൽ അവരെ കൂടി ഇരുത്തിയാണോ ചർച്ച നടത്തേണ്ടത്? ബോർഡ് യോഗ ഹാളിൽ അടക്കം കുടുംബത്തോടൊപ്പം ഇരുന്നാണ് മുഖ്യമന്ത്രി വിശകലന യോഗത്തിൽ പങ്കെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് നടത്തുന്ന സാഹചര്യത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം വിലയിരുത്തുന്നതിനുള്ള യോഗമാണ് കുടുംബയോഗമാക്കി തീർത്തത് എന്നുള്ളതാണ്. ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കുടുംബസമേതമുള്ള ചിത്രങ്ങളടക്കം വലിയ വാർത്തയായപ്പോഴാണ് ഞങ്ങൾ ഇതൊരു വീഡിയോ ആക്കാൻ തയ്യാറായത്. പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് തൻ്റെ കുടുംബത്തോടുള്ള സ്നേഹവും കരുതലും ഒപ്പം മക്കളോടും കൊച്ചുമക്കളോടുമുള്ള വാത്സല്യവും ഒന്നും ഞങ്ങൾ കുറച്ചു കാണുന്നില്ല. അദ്ദേഹം കുടുംബസ്നേഹമുള്ള നല്ലൊരച്ഛനും മുത്തച്ഛനും ഭർത്താവുമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇതുപോലുള്ള അതീവ ജാഗ്രത പുലർത്തേണ്ട ഔദ്യോഗിക ഇടങ്ങളിൽ കാണിക്കേണ്ട ഒരു ഔചിത്യം അത് കാണിക്കേണ്ടതല്ലേ? പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം വിലയിരുത്തേണ്ട യോഗമായിരുന്നില്ലേ അത്? എന്നിട്ടും ആ ഔദ്യോഗിക പരിപാടി ഇത്ര നിസ്സാരവൽക്കരിച്ചത് ശരിയാണ്? ഒരു ഔചിത്യബോധം വേണ്ടതല്ലേ? ഒരു കാലത്ത് UDFൻ്റെ മുഖ്യമന്ത്രിമാർ മക്കളെയും ചെറുമക്കളെയും കുട്ടിമക്കളെയും ഒക്കെ ചേർത്ത് മക്കൾ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറഞ്ഞ് സമരം നടത്തിയും കാറിൻ്റെ ചില്ലറിഞ്ഞു പൊട്ടിച്ചും പ്രതിഷേധിച്ച ഒരു തൊഴിലാളി പാർട്ടിയുടെ നേതാവിന് ഇന്ന് മക്കളെയും ചെറുമക്കളെയും കൂട്ടി ഭരണം നടത്തുന്നത് എന്നുള്ളത് ഇരട്ടത്താപ്പാണ് എന്ന് തോന്നുന്നില്ലേ മുഖ്യമന്ത്രി? PK ശ്രീമതിയെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് വിലക്കിയ പിണറായി SFIO കേസിലെ പ്രതിയുമായിട്ട് അതീവ സുരക്ഷാ മേഖലകളിൽ എത്തിയത് ഉചിതമായ പരിപാടിയാണോ? അതായത് പിണറായി വിജയൻ എന്ന ആൾ തീരുമാനിക്കുന്നത് മാത്രമേ പാർട്ടിയിലും സർക്കാരിലും നടക്കൂ എന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ എത്തിച്ചിരിക്കുന്നു. പാർട്ടിയിൽ അവരുടെ അപ്രമാദിത്വം നടത്തട്ടെ, പക്ഷേ അതുപോലെയാണോ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം നിർവഹിക്കുന്ന മുഖ്യമന്ത്രി പെരുമാറേണ്ടത് എന്ന് ചിന്തിക്കേണ്ടതല്ലേ? ഇവിടെ അദ്ദേഹം കുറച്ചുകൂടി ഔചിത്യം കാണിക്കണമായിരുന്നു, പക്ഷെ അത് ഉണ്ടായില്ല. സ്ഥലം MLA പോലും വിളിക്കാത്ത മുഖ്യമന്ത്രിയുടെ വിഴിഞ്ഞം സന്ദർശനത്തിൽ കുടുംബം എത്തിയതിനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ ഔദ്യോഗിക യോഗങ്ങളിൽ പങ്കെടുപ്പിച്ചതാണ് ഇപ്പോൾ വലിയ ചോദ്യമായി ഉയരുന്നത്, അല്ലെങ്കിൽ മാറുന്നത്. കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ തികഞ്ഞ അതൃപ്തിയിലാണ് എന്ന് പറയട്ടെ. അതിനിടെ CPMലും ഈ സന്ദർശനം വിവാദത്തിലായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ആരും കുടുംബത്തോടൊപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ സന്ദർശനം നടത്താറില്ല എന്നാണ് CPM നേതാക്കളുടെ പക്ഷം. എന്നാൽ കേരളത്തിലെ CPMൽ പിണറായി വിജയൻ സർവശക്തനാണ്. അതുകൊണ്ട് തന്നെ ആരും പാർട്ടി വേദികളിൽ ഈ ചർച്ച സജീവമാക്കില്ല. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അവലോകന യോഗത്തിൽ ഭാര്യയെയും മകളെയും കൊച്ചുമകനെയും ഒപ്പം വരുത്തിയ മുഖ്യമന്ത്രിയുടെ നടപടി അങ്ങേറ്റം അപമാനകരവും അപലപനീയവുമാണ് എന്ന് ആ കാര്യത്തിൽ സംശയമില്ല എന്ന് പറയട്ടെ. സംസ്ഥാന സർക്കാർ എന്നത് പിണറായി വിജയൻ്റെ അടുക്കളക്കാര്യമല്ലല്ലോ. ഗുരുതരമായ അഴിമതി ആരോപണത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട പ്രതിയാണ് വീണ വിജയൻ. അത്തരമൊരാളെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവലോകന യോഗത്തിൽ എങ്ങനെയാണ് പങ്കെടുപ്പിക്കുവാൻ കഴിയുന്നത് എന്നുകൂടി പറയണം. അത് മുഖ്യമന്ത്രി ആലോചിക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രിയുടെ കുടുംബക്കാര്യമല്ലല്ലോ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയപ്പെടുന്നത്. വിഴിഞ്ഞം തുറമുഖം മെയ് 2 കമ്മീഷൻ ചെയ്യുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന സാഹചര്യത്തിലാണ് ഇവിടെ തിരുവനന്തപുരത്തൊക്കെ കനത്ത സുരക്ഷ, അതീവ സുരക്ഷാ മേഖലയാക്കി ശക്തമാക്കുകയാണ്. വിഴിഞ്ഞവും സമീപ പ്രദേശങ്ങളും കേന്ദ്ര ഏജൻസികളുടെ വലിയ നിരീക്ഷണത്തിലുമാണ്. ഉൾക്കടലിൽ നേവി അടക്കം പരിശോധന ശക്തമാക്കി. ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കർശനമായിട്ടുള്ള നിരീക്ഷണവും പരിശോധനയും ഒക്കെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്നുള്ളതാണ്. കമ്മീഷൻ ചടങ്ങിനെത്തുന്ന ഓരോരുത്തരെയും വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കടത്തിവിടുക.
അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള വിഴിഞ്ഞത്ത് കൂടുതൽ കരുതലുകൾ അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവിലാണ് കേന്ദ്ര ഏജൻസികൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മേഖല അത്രത്തോളം സുരക്ഷിതമാക്കേണ്ടതാണെന്ന് പറയാം. അപ്പോൾ ഇത്രയും ഗൗരവമായ വിഷയം ചർച്ച ചെയ്യാനെത്തിയ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണിപ്പോൾ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം വീണ്ടും ഈ മെയ് മാസത്തിൽ തന്നെ തുടങ്ങുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിർവഹിക്കാൻ പോവുകയാണ്. 2 മുതൽ 4 ഘട്ടം വരെ ഒറ്റത്തവണയായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അതിലൂടെ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ 1ാം ഘട്ടം മെയ് 2-ാം തീയതി പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ പോവുകയാണ്. അതേ ആഴ്ചയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ആഴ്ചയിലോ ഈ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള ആലോചനയാണ്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള സ്ഥാപനം ഇതിനു വേണ്ടിയിട്ട് ഏകദേശം 9,560 കോടി രൂപ മുടക്കുകയാണ്. 3 വർഷത്തിനകം തന്നെയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുക. ട്രയൽ റൺ കാലത്ത് തന്നെ നേട്ടങ്ങൾക്ക് മേൽ നങ്കൂരമിട്ടതാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം എന്നുള്ളത്. അത് രാജ്യത്തിന് സമർപ്പിക്കപ്പെടാൻ പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ ഉൾപ്പെടെ ഏകദേശം 250ഓളം കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. മാസം 1 ലക്ഷം കണ്ടെയ്നറുകൾ വരെ കൈകാര്യം ചെയ്ത് ഈ ചരക്ക് കൈമാറ്റത്തിലൊക്കെ ദക്ഷിണേന്ത്യയിലെ മുൻനിര തുറമുഖമായി ഇതിനകം തന്നെ വിഴിഞ്ഞം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലോക വ്യാപാര ഭൂപടത്തിലേക്കുള്ള ഇന്ത്യയുടെ സമുദ്ര കവാടമെന്ന വിളിപ്പേര് അന്വർത്ഥമാക്കുന്ന നേട്ടങ്ങളാണ് ഈ കാലയളവിൽ വിഴിഞ്ഞം നേടിയെടുത്തത്. അങ്ങനെ വിഴിഞ്ഞം എന്ന് പറയപ്പെടുന്ന അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ വിവാദങ്ങളും അടങ്ങുന്നില്ല എന്നുള്ളതാണ്. ആ വിവാദങ്ങൾക്കിടയിൽ ജനാധിപത്യ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പദവിയുടെ മാന്യതയും ഔചിത്യവും മറന്നു പെരുമാറിയതാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.